ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് വെബിലേക്ക് സ്വാഗതം. അപ്പോൾ മലയാളം ബിഗ് ബോസ് സീസൺ 6 ഡേ 46ന്റെ ഫുൾ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം രാവിലത്തെ തന്നെ ആദ്യം ശ്രീരേഖയ്ക്ക് ഒരു കുഞ്ഞ് ടാസ്ക് കിട്ടുന്നുണ്ട്. നമുക്ക് 1 hour എപ്പിസോഡിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അതായത് ഈ വീട്ടിലൊരാളെ ഇമിറ്റേറ്റ് ചെയ്യാം. അപ്പൊ പുള്ളിക്കാരത്തി തെരഞ്ഞെടുത്തത് രശ്മിനാണ്. സോ ആ കോസ്റ്റ്യൂമൊക്കെ അതുപോലെ ചെയ്തപ്പോൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രശ്മിനെ പോലെ തന്നെ മുടിയൊക്കെ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ ഇങ്ങനെ കാണിക്കില്ലേ, അതുപോലെ ഇടയ്ക്ക് പോയി എന്താ പറയുക, ജാസ്മിനെ പോയി കെട്ടിപ്പിടിക്കുന്നതും, അതുപോലെ ഗബ്രിയുടെ അടുത്ത് പോയി മടിയിൽ കിടക്കുന്നതും അവരെ ഹഗ് ചെയ്യുന്നതൊക്കെ, അതുപോലെയുള്ള എന്താ പറയുക രശ്മിന്റെ മാനറിസങ്ങളെല്ലാം ഫുൾ നന്നായിട്ട് കാണിച്ചു, നന്നായിട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിൽ വിളിച്ചിരുത്തിക്കൊണ്ട് നമ്മുടെ വൈൽഡ് കാർഡ് വന്ന പൂജ, സിബിൻ അവരെല്ലാം ഇനി വീട്ടിലേക്ക് വരില്ല എന്നുള്ളത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. സോ ഇനി അപ്പൊ അവരില്ല, വരുമോ ഇല്ലയോ എന്നുള്ള പ്രേക്ഷകരുടെ ആ ആകാംക്ഷയ്ക്ക് ഒരു എന്താ പറയാ ഒരു പുള്ളി വെച്ചിരിക്കുകയാണ്. അതായത് ഇനി ഇല്ല എന്നുള്ളത്. സോ അതിനെ തുടർന്ന് സായി, അതുപോലെ ഋഷി, അഭിഷേക് അവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സായിയൊക്കെ പ്രതീക്ഷയില്ല, താൽക്കാലികമായിട്ട് ശാരീരിക അസ്വസ്ഥത മൂലം സിബിനെ മാറ്റി നിർത്തുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇനി വരില്ല എന്ന് പറഞ്ഞപ്പോ ആകെ മൂഡ് ഔട്ടൊക്കെ ആയ പോലത്തെ ഒരു കാര്യമൊക്കെ അവരങ്ങനെ ഇത് സംസാരിച്ചിരിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത് രശ്മൻ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് പറയുന്നു, ബിഗ് ബോസ് എനിക്ക് ഇവിടെ ഒരു സ്വസ്ഥതയില്ല, എനിക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കുറേ സംസാരിക്കാനുണ്ട്, ഞാൻ പറയുന്നത് ആരും കേൾക്കാനില്ല, എന്നെ കേൾക്കാൻ ആളില്ല, കുറെ പേരുടെയൊക്കെ ഞാൻ കേട്ടിരുന്നു, പക്ഷെ എനിക്കൊരു വിഷമം വന്നപ്പോൾ കേൾക്കാൻ ആളില്ല എന്ന് പറയുന്നു. ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് രശ്മിനെ വിളിക്കുന്നു. അവിടെ ഇരുന്ന് രശ്മിൻ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഗബ്രി നൈസായിട്ട് രശ്മിനെ തേച്ചു. അപ്പൊ അതിന്റെ വിഷമമാണ്. ജാസ്മിൻ ഗബ്രി എപ്പോഴും ഒരുമിച്ചാണ് എന്നുള്ളത് ആർക്ക് രശ്മിന് ബോധം വേണമായിരുന്നു. അവര് രണ്ടുപേരും പ്രണയമാണ്, ഈ ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറഞ്ഞൊരു നാടകമാണ് അവിടെ നടത്തുന്നത്. പ്രണയവും ഫ്രണ്ട്ഷിപ്പും കൂടെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണ്. അപ്പൊ അവര് രണ്ടുപേരുടെ ഇടയിൽ കേറിപ്പോയി മൂന്നാമതൊരാളായിട്ട് ഇടയിൽ കയറുന്നത് രശ്മിന്റെ തെറ്റ്. സോ രശ്മിന്റെ വിഷയത്തിൽ സിൻസിയർ ആയിട്ടുള്ളൊരു ഫ്രണ്ട് തന്നെയായിരുന്നു രശ്മിൻ. പക്ഷെ അവരെ രണ്ടുപേരുടെ ഇടയിലുള്ള ഒരു ഞെരുക്കൻ വരുമ്പോൾ അത് രശ്മിന് ആവശ്യമില്ല. സോ അഴിച്ചു വിട്ടു, കൾട്ടി വിട്ടു എന്ന് പറയില്ലേ, അതാണ് സംഭവം. പിന്നെ നമ്മൾ ലൈവില് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സമയം ജാസ്മിൻ ഗബ്രിയുടെ ആ ഒരു എന്താ പറയുക ഒരു കണക്ഷൻ, അവര് പ്രണയം വെളിപ്പെടുത്തുന്നതും, ഗബ്രി ഞാൻ നിന്നെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും, അതുപോലെ ഗബ്രി തിരിച്ച് പ്രണയമാണ് എന്ന് പറയുന്നതും, ഇതുവരെ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമാണെന്ന് പറയുന്നു. പിന്നെ പുറത്തു പോയാൽ കെട്ടില്ല എന്നും പറയുന്നു. അങ്ങനെ അവരുടെ എന്താ പറയാ ഡ്രാമ എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ വലിയ രീതിയിൽ ലൈവിൽ ഏകദേശം അവരെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് വലിയൊരു ഡ്രാമയാണ് ഇന്ന് നടത്തിയത്. കരച്ചിലും പിഴിച്ചലും മൂക്ക് പിഴിയലും എല്ലാം അങ്ങനെ നടന്നുകൊണ്ട് തകൃതമായിട്ട് അവർ കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരെ പറ്റിക്കും? പ്രേക്ഷകരെ തന്നെ. സോ ആ സമയത്ത് സിജോയും അർജുനും അവിടെ ആ വാഴത്തോട്ടത്തിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. സിജോ പറയുന്നത്, സിജോ പുറത്തുനിന്നെല്ലാം കണ്ടതാണല്ലോ. സോ സിജോ പറയുന്നത്, ഇതിപ്പോ ഇവർക്ക് പ്രണയമാണെങ്കിൽ പ്രണയമാണ് എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഇതാരും ആ ടോപ്പിക് പിന്നീട് സംസാരിക്കില്ല. അത് അവരുടെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് പ്രണയമാണ്, ഞങ്ങൾ പുറത്തു പോയി കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് പ്രണയമാണ് എന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രണയത്തെ ശല്യം ചെയ്തുകൊണ്ട് ആരും അങ്ങോട്ട് പോകില്ല, ആരും ഒന്നും ചോദിക്കുമില്ല. അത് അവരുടെ റൈറ്റ് ആണ്. പക്ഷേ പറയുമില്ല, എന്നാൽ ഞങ്ങൾ ഫ്രണ്ടാണ്, എന്നാൽ പിന്നെ പ്രണയത്തിന്റെ എല്ലാ ഗോഷ്ഠികളും കാണിക്കുകയും ചെയ്യും. ഇതുപോലെ ആയിട്ട് പോയാൽ എങ്ങനെയാണിത്? അത് മാത്രമല്ല സിജോ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അർജുനോട് പറയണ, അർജുൻ ഇപ്പം ഒരു എൻഗേജ്ഡ് ആണ്. അപ്പൊ അർജുന്റെ പാർട്ട്ണർ ആകാൻ പോകുന്ന ആള് ഇതുപോലൊരു ഷോയിലേക്ക് പോയി. അതായത് അർജുനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ്, ഇതുപോലൊരു ഷോയിൽ പോയി, എന്നിട്ട് ഇതുപോലെ ഒരു പെയറുമായിട്ട് ഇങ്ങനെ പ്രണയമാണ് ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ളതെല്ലാം കാണിക്കുന്നു. സോ പുറത്തിരിക്കുന്ന അർജുന് ഇതെങ്ങനെ എടുക്കും, ഏത് രീതിയിൽ എടുക്കും, വിഷമമാകുമോ ഇല്ലയോ എന്ന് പറയുമ്പോൾ അർജുൻ പറയുന്നത്, ഞാനാണെങ്കിൽ തകർന്ന് തരിപ്പണമാകുന്ന പറയുന്നത്. സോ അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇതേ അവസ്ഥയാണ് അഫ്സലിന്റെ അവസ്ഥയും. അത് ലൈവായിട്ട് ഇവിടെ വെളിയിലിരുന്ന് സിജോ കണ്ടിട്ട് പോയതാണല്ലോ. സോ അപ്പൊ അതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് അർജുനെ വെച്ച് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്. സോ അപ്പൊ സിജോ പറഞ്ഞത് ഇവർക്ക് പ്രണയമാണെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ എന്താണ്, എന്തിനാ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് എന്ന് അവര് വാഴത്തോട്ടത്തിൽ വെച്ചിട്ട് അവരുടെ ഒരു സംസാരം നടക്കുന്നുണ്ട്.
പിന്നെ വരുന്നത് പവർ ചാലഞ്ചിങ് ടാസ്ക് ആണ്. അതിൽ തന്നെ കുറച്ച് അടിപിടി, അത് പവർ ടീമിന് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആയതുകൊണ്ട് കുറച്ച് അടിപിടിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ ഋഷി ഔട്ട് ആകുന്നുണ്ട്. ഋഷിക്ക് പിന്നെ ഔട്ടായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ടെൻഷനാണ്. എവിടെ നോക്കിയിട്ടുണ്ടോ, ഒരു നോമിനേഷനിൽ വന്നാലും ശരി, എന്തെങ്കിലും ഗെയിമിൽ ഔട്ടാകുക ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെവി തല കേൾപ്പിക്കാത്ത വിധം ഋഷിയുടെ വോയിസ് ഭയങ്കരമായിട്ട് റേസ് ചെയ്യുന്നത് നമുക്ക് കേൾക്കാം. സോ ഇന്നും അത് തന്നെയാണ്. ഫസ്റ്റ് റൗണ്ടിൽ ഋഷി, പവർ ടീമിൽ ഋഷി ഔട്ടായപ്പോൾ ഋഷി അതുപോലത്തെ എല്ലാ പ്രഹസനവും അവിടെ കാണിച്ചു. സോ അങ്ങനെയെങ്കിൽ ഋഷിയുടെ വോയിസ് അവിടെ കേട്ടു. അതുപോലെ സെക്കൻഡ് റൗണ്ടില് ഗബ്രിയും ജിൻഡോയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൽപ്പിടുത്തത്തിന്റെ പേരിൽ വീഴുകയും കുറച്ച് എന്തോ ഗബ്രി മാന്തി പൊളിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ അസാൾട്ടാണ്. പക്ഷെ അതൊരു ഗെയിമിനിടയിലായതുകൊണ്ട് എല്ലാം ഗെയിമിന്റെ സ്പിരിറ്റിൽ എടുക്കണം എന്ന് പറയും. പക്ഷെ ജിൻഡോ അത് വലിയ കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലും ജിൻഡോയ്ക്ക് നല്ല മാന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ എപ്പിസോഡിൽ കംപ്ലൈന്റ് ആയിട്ട് പറയുന്നില്ല, പക്ഷെ നമുക്ക് ലൈവിൽ പറയുന്നുണ്ട്, ബിഗ് ബോസ് എനിക്കിങ്ങനെ കുറേയൊക്കെ അടിപറ്റിയിട്ടുണ്ട്, അവനാണ് എന്നെ ആദ്യം ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. സോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ വന്നിട്ട് നമ്മുടെ CID രാമദാസ് ലാലേട്ടന്റെ വന്നിട്ട് ടോയം നല്ല കൊട്ടിട്ട് വന്നിട്ട്, നിങ്ങൾ എന്താ ഇങ്ങനെ ഗെയിം കളിക്കുന്നത്, ഗെയിം കളിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാന്തി പിച്ചി അയ്യേ നാണമില്ല ഇങ്ങനെയൊക്കെ ചെറിയ കുട്ടികളെ പോലെ എന്ന് പറഞ്ഞ് നൈസായിട്ട് ഇതിനെ പൗഡർ പൂശി വെള്ളം പൂശി മറച്ചു വെച്ചിട്ട് പോയി. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ സീസൺ 6 തുടങ്ങിയപ്പോൾ മുതൽ ഒരു ഫിസിക്കൽ അസാൾട്ട് ഉണ്ട്, വലിയൊരു ഫിസിക്കൽ അസാൾട്ട് നടന്നിട്ട് അതിപ്പോ കോടതി വരയ്ക്ക് നിൽക്കുകയാണ്. ഇപ്പൊ ഇതുപോലെ ഒരാൾ കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ട് പോയാൽ വീണ്ടും എന്താ പറയുക, കാണുന്ന പ്രേക്ഷകർ വെളിയിൽ നിന്നിട്ട് പബ്ലിക്കായിട്ട് ഒരാൾ കേസ് കൊടുത്താലും വീണ്ടും കേസിലോട്ട് പോകും. സോ അതുകൊണ്ടാണ് CID രാമദാസ് വന്നിട്ട് അതൊന്ന് ഇങ്ങനൊന്ന് മേക്കപ്പ് ചെയ്തിട്ട് പോയത്. പക്ഷെ അത് ജിൻഡോ ആയതുകൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നു ഓക്കെ എന്ന് പറഞ്ഞെടുത്തു. അതേസമയം വേറെ ആരെങ്കിലും ആയതാണെങ്കിൽ ഇത് വേറൊരു ഇഷ്യൂയിലേക്ക് പോയേനെ എന്ന് എനിക്ക് തോന്നുന്നു. സോ അപ്പൊ ആ മൽപ്പിടുത്തം നടന്ന ടാസ്കില് രണ്ടുപേരെയും 2 റൂമിലിരുത്തി ഒന്ന് സമാധാനിപ്പിച്ച് വിട്ടിട്ട് ബിഗ് ബോസ് പറഞ്ഞു, ഈ ഒരു പ്രശ്നം വന്നുകൊണ്ട് എന്തായാലും പവർ ടീമിന് പോയിന്റ് നേടി ജയിക്കണമല്ലോ, ഏതെങ്കിലും ഒരു ടീം ജയിച്ച് പോയിന്റ് നേടിയാലേ പവർ വീട്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് രണ്ടാമത് ഒരു റൗണ്ട് കൂടി ഒരു ടാസ്ക് നടത്താം എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ ഫൈനൽ റൗണ്ട് ടാസ്ക് നടത്തുന്നുണ്ട്. പക്ഷെ അതിൽ എന്താണെന്നറിയോ, ഈ ഗബ്രിയുടെ ഇതിൽ ഭയങ്കര ബുദ്ധിപരമായിട്ട് കളിച്ചു. അതായത് ജിൻഡോന്റെ ടീമിൽ ജിൻഡോ ഓടുന്നുണ്ട്, അൻസിബി ഓടുന്നുണ്ട്, ജാസ്മിൻ ഓടുന്നുണ്ട്. അതേസമയം ഋഷി ആദ്യം ഔട്ടായി. രണ്ടാമതില് ശരണ്യയും ഗബ്രിയും തമ്മിൽ ഓടുമ്പോൾ ശരണ്യനെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ഓരോ ടേബിളിന്റെ അടിയിലും അല്ലെങ്കിൽ ആ സ്മോക്കിംഗ് റൂമിലും എല്ലാം അങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ്. അവർ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പക്ഷെ അവിടെ ജിൻഡോന്റെ ടീമിലാണ് ജാസ്മിനെങ്കിലും ജാസ്മിൻ അതൊരു നന്നായിട്ട് ഗെയിം കളിച്ചു ജാസ്മിൻ ആണെങ്കിലും. പക്ഷെ അവിടെ ജാസ്മിൻ കളിച്ചത് ഗബ്രിക്ക് വേണ്ടി കളിച്ചതായിട്ട് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും തോന്നിപ്പോകുന്ന വിധം ഒരു ഗെയിമായിരുന്നു. കാരണം ഗാർഡൻ ഏരിയയിൽ മുഴുവനും ജാസ്മിൻ ആർക്ക് വേണ്ടി, ശരണ്യക്ക് വേണ്ടി തേടിയിട്ട് സ്മോക്കിംഗ് റൂമിന്റെ ആ പടി വരെ, ആ ഡോറിന്റെ അതുവരെ പോയിട്ട് അവിടെ പതുങ്ങിയിരിക്കുന്ന ശരണ്യയുടെ മേലെ ഒട്ടാതെ കാണാത്ത പോലെ ഇങ്ങനെ ആക്കിയിട്ട് അവിടുന്ന് മാറി വരികയാണ്. പക്ഷെ എന്തായാലും ജിൻഡോയുടെ ടീം തോറ്റു, ഗബ്രിയുടെ ടീം ജയിച്ചു. സോ അതൊക്കെ കഴിഞ്ഞിട്ട് നന്ദന ജാസ്മിനെ പൊളിച്ചടക്കുന്നുണ്ട്. എടി നീ ആർക്ക് വേണ്ടിയിട്ടാണ് കളിച്ചത്, സ്വന്തം ടീമിനെ ജയിപ്പിക്കാതെ നീ അവൻ ജയിക്കാൻ വേണ്ടി കളിച്ചിട്ട് സാമാന്യം ചോറ് തിന്നുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും. നീ അങ്ങനെയാടി ഇങ്ങനെയാടി വെറും ഉഗ്രൻ ഫൈറ്റാണ് നടക്കുന്നത്. ആ ഫൈറ്റിന്റെ ബാക്കി ഭാഗമാണ് നാളത്തെ പ്രൊമോയിലും കാണിക്കുന്നുണ്ട്. നോറയും ജാസ്മിനും അതുപോലെ അൻസിമിയും ജാസ്മിനും തമ്മിലൊക്കെ ഭയങ്കര അടിയാണ് നടക്കുന്നത്. സോ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്കും അറിയാം ജാസ്മിൻ അവിടെ കളിച്ചത് ഗബ്രി ടീം ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഗബ്രിയുടെ ടീം ജയിച്ചു കഴിഞ്ഞാൽ ഗബ്രി ഓൾറെഡി പവർ ടീമിലാണ്. സോ അത് വീണ്ടും നിലനിന്ന് കഴിഞ്ഞാൽ ഗബ്രി നോമിനേഷന് വരില്ല. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ നോക്കിയത് എന്ന് നമ്മൾ കാണുന്ന ബുദ്ധിയും ബോധമുള്ള മലയാളി പ്രേക്ഷകർക്ക് ഇതറിയാൻ പറ്റും. അവസാനം ഗബ്രി ടീമാണ് ഇപ്പൊ പോയിന്റ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. ഇതെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.